വി വസീഫ്, ഈ കല്യാശ്ശേരിയിൽ പ്രശ്നമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കണ്ടതല്ലേ, വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുന്നത് ഞാൻ കണ്ടതല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നിട്ടാണ് അദ്ദേഹം ഇതിന്റെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അന്നു പറഞ്ഞത്, ഈ കണ്ണൂരിൽ പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് സംയമനം പാലിക്കണം, ഇതൊരു പ്രകോപനമാണ്, സംയമനം പാലിക്കണം എന്നാണെന്നാണ് ഇന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹം അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഇനി അഥവാ അത് രക്ഷാപ്രവർത്തനമാണെങ്കിൽ അതിനുശേഷം നടന്ന മർദ്ദനമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചിട്ട് എഴുന്നേറ്റു പോവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഗൺമാൻ അദ്ദേഹം മാധ്യമപ്രവർത്തകന്റെ കഴുത്തിന് പിടിച്ച് തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ക്യാമറയും കൊണ്ടിങ്ങു തള്ളി വരികയാണ്. എന്നെ രക്ഷിക്കാനല്ലേ രക്ഷാപ്രവർത്തകർ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടു. പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ അംഗരക്ഷകർ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തള്ളിയപ്പോൾ ഞാൻ കണ്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. ഇന്ന് ഈ മാധ്യമപ്രവർത്തകരെ കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് പോലീസിനെ വിശ്വാസമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഈ പറയുന്ന ഗൂഢാലോചന കണ്ടോ? അദ്ദേഹം കാണുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ മാധു, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഈ 3 പേരും ഞാൻ ഇപ്പുറത്തുമാണല്ലോ. ഇന്നത്തെ ഒരു ഇവിടെ ഇപ്പൊ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെ കുറിച്ചൊക്കെ മറ്റാരെങ്കിലും പറയുമ്പോൾ നമുക്കൊന്ന് കേട്ടിരിക്കാൻ തോന്നും. BJPയുടെ പ്രതിനിധി എന്തൊരു പ്രയാസത്തോടു കൂടി പറയാ. ഇദ്ദേഹം ഇപ്പം BJPയുടെ പ്രതിനിധി തന്നെ അല്ലേ? നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും അല്ലേ ഇദ്ദേഹത്തിന്റെ നേതാവ്? നമുക്കറിയാം, ഈ കോവിഡിന്റെ 2ാം തരംഗം ഉണ്ടായപ്പോൾ ഗംഗയിൽ ശവങ്ങൾ ഒഴുകി നടന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന ഹിന്ദി പത്രം, ആ ഹിന്ദി പത്രം അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരുടെ ഓഫീസിലേക്ക് ED ചെന്നു, റെയ്ഡ് നടത്തി, മണിക്കൂറുകൾ റെയ്ഡ് എടുത്ത് പിടിച്ചു. NDTV നമുക്കറിയാം, NDTVയുടെ ഓഫീസിലേക്ക് റെയ്ഡ് നടത്തിയത് നമുക്കറിയാം. എന്തിനേറെ ന്യൂസ് ക്ലിക്കിന്റെ ഭാരവാഹികളെ, ന്യൂസ് ക്ലിക്കിലെ പ്രവർത്തകരെ എല്ലാ വീടുകളും തേടി വന്നില്ലേ പോലീസ്? ഇവിടെ പത്തനംതിട്ടയിൽ വന്നില്ലേ ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ആളുകൾ? അതിൽ വർക്ക് ചെയ്തു, അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഭാഗമായി കേരളത്തിലെ മീഡിയ 1നെ നിരോധിച്ചില്ലേ? കുറെ കാലം പ്രക്ഷേപണ അനുമതി നിഷേധിച്ചില്ലേ? ഇവരെന്തൊക്കെ ചെയ്തു? ഏതൊക്കെ മാധ്യമ പ്രവർത്തകരെ ജയിലിലടച്ചു? ഇവര് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടല്ലേ ജയിലിലടച്ചത്? യഥാർത്ഥ വാർത്തകൾ കൊടുത്തതിന്റെ പേരിൽ ഈ രാജ്യത്തെ പത്രക്കാരെ, മാധ്യമ പ്രവർത്തകരെ വേട്ടയാടിയത് ആരാ മാധു? ചോദിക്കണ്ടേ ഇവരോട്? എന്ത് ധാർമ്മികത ഇവർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പിന്നെ ശാരീരികമായി വെല്ലുവിളികളൊക്കെ നടത്തുന്ന ആളുകളായി ഞങ്ങൾ മാറുന്നു. ഞങ്ങൾ എവിടെ വെല്ലുവിളിച്ചു എന്നാ? ഞങ്ങൾ എവിടെയും വെല്ലുവിളിച്ചിട്ടില്ല, ഞങ്ങൾ വെല്ലുവിളിക്കുന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു തെരുവ് യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല. ഈ കേരളത്തിനകത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന പാതയിൽ ബോധപൂർവമായി ഒരു പ്രഖ്യാപനവുമില്ലാതെ പൊടുന്നനെയുണ്ടാകുന്ന അക്രമങ്ങൾ, 1-2 ആളുകളെ പറഞ്ഞു വിടുന്ന ഈ ആത്മഹത്യാ സ്ക്വാഡുകൾ എന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത്. ഇവരൊരു പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ കൂത്തുപറമ്പിൽ നടത്തിയതുപോലെയുള്ള സമരമാണോ നടത്തിയത്? അന്ന് കരിങ്കൊടിയായി മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഞങ്ങളിതാ ഇന്ന വിഷയങ്ങൾ കാരണം ഇവരെ തടയും. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ വരണ്യവൽക്കരണം നടത്തുന്ന, ഈ വിദ്യാഭ്യാസ കൊള്ള നടത്തുന്ന ഈ പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യ വ്യക്തികളുടെ പേരിലേക്ക് മാറ്റുന്നതിനെതിരെ ഞങ്ങളിതാ പ്രതിഷേധിക്കും, മന്ത്രിയെ കരിങ്കൊടി കാണിക്കും എന്ന് പറഞ്ഞ് ചെന്ന മാർച്ച, അത് 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന മാർച്ച. ആ സമാധാനപൂർവ്വമായിട്ടുള്ള മാർച്ചിന് നേരെ വെടിവെച്ചത്. പിന്നെ ഇവർ പറയാ ഈ ഗവൺമെന്റ് അക്രമത്തെക്കുറിച്ച്. നാൽപ്പാടി വാസുവിന് അറിയില്ലേ കോൺഗ്രസിന്റെ നേതാവിന്? നിങ്ങളുടെ നേതാവ് ഇപ്പോൾ BJPക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയോ സംസാരിക്കുന്നത് ഉറപ്പില്ലാത്ത K.സുധാകരൻ. ആ K.സുധാകരൻ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞാനൊരാളെ വെടിവെച്ച് കൊന്നിട്ട് വരിക എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെയാണ്, പാർട്ടി അംഗത്തെയാണ് വെടിവെച്ച് കൊന്നിട്ട് വന്ന് വലിയ ഗീർവാണം മുഴക്കിയത്. മറന്നുപോയോ നിങ്ങൾ? ഗൺമാനാ വെടിവെച്ച് കൊന്നത്. ഇപ്പൊ അടിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ? അത്രയല്ലേ ഉള്ളൂ. അടിക്കാൻ ഒരു ചെറിയ ചൂരൽ കൊണ്ട് അടിച്ചതിന് നിങ്ങൾ അടിച്ചു, ഓക്കെ, അടി കിട്ടി, അതിന് പ്രശ്നങ്ങളുണ്ട്, അത് ആ രീതിയിൽ പോട്ടെ. നിങ്ങൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. നിങ്ങൾ ചരിത്രത്തെ മറക്കല്ലേ? ഈ ഏതൊക്കെ തരത്തിൽ ക്രൂരമായി വേട്ടയാടിയിട്ടുണ്ട് സമരങ്ങളെ നിങ്ങൾ. ആ വേട്ടയാടലുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതും ഈ കേരളത്തിനകത്ത് ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ച്, വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് നടത്തിയ സമരങ്ങളാ. നിങ്ങൾക്ക് മുദ്രാവാക്യം ഉണ്ടോ? അതുകൊണ്ടല്ലേ നിങ്ങൾ കോമഡി എന്ന് പറയുന്നത്? നിങ്ങൾ ഓരോ ദിവസം നടക്കുന്ന സമരങ്ങൾ, ആദ്യ ദിവസം എങ്ങനെയോ കുറച്ച് പേര് കരിങ്കൊടി കാണിച്ചു, പിന്നീട് നിങ്ങൾ പറഞ്ഞു ഇനി കരിങ്കൊടി, അതിലേക്കാ വരുന്നത്. ആദ്യ ദിവസം നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ കരിങ്കൊടി പ്രതിഷേധം നടത്തും എന്ന് എവിടെയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിരുന്നോ? എവിടെയും പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിട്ടില്ല. നിങ്ങൾ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേരളത്തിൽ. നിങ്ങൾ എവിടെയും ഈ സമരത്തെക്കുറിച്ചോ ഇങ്ങനൊരു പ്രതിഷേധത്തെക്കുറിച്ചോ നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ കണ്ണൂരിൽ കുറച്ച് പേര് പോയി കരിങ്കൊടി കാണിച്ച്
അങ്ങനെ കരിങ്കൊടി കാണിക്കുന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ മുഖ്യമന്ത്രി കാണുന്നത് എന്താ? ബസ്സിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റുന്നതാ കാണുന്നത്. പിന്നീട് അവിടെ സംഘർഷം ഉണ്ടായോ ഇല്ല എന്നുള്ളത് മറ്റു കാര്യങ്ങൾ. അവിടെ പിടിച്ചു മാറ്റുന്നതിനെ കുറിച്ച് ഈ വാഹനത്തിനുള്ളിൽ കയറിയാലോ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടില്ലേ നിങ്ങൾ? വാഹനത്തിനുള്ളിലേക്ക് കയറുക, കാൽ വെച്ചു കൊടുക്കുന്ന പോലെയല്ലേ, അങ്ങ് ചെല്ലുമല്ലേ അങ്ങോട്ട്. അത് തടയാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം ഞങ്ങൾക്കുണ്ട്. അത് തടയാനാ ഞങ്ങൾ ആളെ നിർത്തുന്നത്. അത് തടയണം. ഇവർ മുന്നിൽ ചാടി ഇവർക്ക് അപകടം പറ്റരുത് എന്ന് ആഗ്രഹിക്കുക മനുഷ്യരാണ് ഇവർ. ഇവർക്ക് അപകടം പറ്റരുത്. ഇന്നലത്തെ ചർച്ചയിൽ പരിപാടി വിജയിപ്പിക്കാൻ വോളണ്ടിയർമാരാണ് എന്നാണ് പറഞ്ഞത്. മുഴുവനാക്കട്ടെ, CPM അല്ല. അതന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നത്. യൂണിഫോം ഇട്ട, വോളണ്ടിയർ ബാഡ്ജ് ഇട്ട ഈ പരിപാടിക്ക് ഒരു സംഘാടന അല്ല. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആളുണ്ട് പിടിച്ചു മാറ്റാൻ. ഈ വോളണ്ടിയർ സംവിധാനം സംഘാടക സമിതി രൂപീകരിക്കുമ്പോൾ തന്നെ വോളണ്ടിയർ സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തെയും വിളിക്കുന്നുണ്ട്. ബഹിഷ്കരിക്കാത്തവരൊക്കെ അവിടെ വരുന്നുണ്ട്. പഞ്ചായത്തിന് കത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇവിടത്തുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. ക്ലബ്ബുകൾക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. നാട്ടിലെ വിവിധ വിഭാഗങ്ങൾക്കൊക്കെ കത്ത് കൊടുത്ത് ക്ഷണിക്കുന്നുണ്ട്. അതിൽ നിന്ന് സംഘാടക സമിതി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഫിനാൻസ്, അതിൽ വോളണ്ടിയർ, അതിൽ റിസപ്ഷൻ, അതിൽ ഭക്ഷണ കമ്മിറ്റി, പന്തല്, സ്റ്റേജ്, അങ്ങനെ വിവിധ എല്ലാ വോളണ്ടിയർ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ പോലീസ് ഉണ്ട്. കേൾക്ക് മാധു, ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥതയാവല്ലേ, സതീശനാവല്ലേ നിങ്ങള്. ഈ കേരളത്തിനകത്ത് ഈ പരിപാടി നടക്കുമ്പോൾ വോളണ്ടിയർ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ പോലീസ് ഉണ്ട്. ആ പ്രദേശത്തെ യുവജനങ്ങളുണ്ട്. ഇവരൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വോളണ്ടിയർ സംവിധാനം നടപ്പിലാക്കുന്നത്. അവർ സ്വാഭാവികമായിട്ടും അതാ നിങ്ങൾ ഈ കുപ്പായം കാണുന്നത്. അല്ലാതെ DYFIക്കാരനല്ല, DYFI ആയിട്ടല്ല അവിടെ വരുന്നത്. ആ പരിപാടിയുടെ വോളണ്ടിയർമാരായി അവിടെയുള്ളവർ വരികയാണ്. അതിനിടയിൽ നടക്കുന്ന പിടിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഉന്തും തള്ളും സംഘർഷമാണ്. നിങ്ങൾ ഇപ്പൊ ഇത്രയൊക്കെ കാണിച്ചിട്ടും നിങ്ങൾ നോക്ക്, 140 അടി കണ്ടോ? 140 അടി കണ്ടില്ലല്ലോ. 140 അടി കണ്ടോ? ഞാനും ചോദിക്കട്ടെ, ഞാൻ എന്റെ രീതിയിൽ ചോദിക്കുക. എത്ര സ്ഥലത്ത് ഒറ്റ വേണ്ടി നിങ്ങൾക്കൊരു കാട്ടാക്കടയും ഒരു കണ്ണൂരും ഒക്കെ കാണിക്കാനുള്ളൂ. മുഖ്യമന്ത്രി തന്നെ ഒറ്റ മിനിറ്റ് മാധു, ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രി തന്നെ അല്ല, ഒറ്റ മിനിറ്റ്. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ഈ മുഖ്യമന്ത്രിയുമായി ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ചിരിച്ചോണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് തുള്ളിച്ചാടുന്നുണ്ട് കറുത്ത കൊടിയായിട്ട്. ആരും ഒന്നും ചെയ്യുന്നില്ല. ദൂരെ മാറി നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടി കരിങ്കൊടിയും കാണിച്ചു ഏതോ പൊന്തക്കാട്ടിലേക്ക് തന്നെ ഒളിച്ചു പോകുന്നവരെയൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. ഈ വാഹനത്തിന്റെ മുമ്പിലേക്ക് എടുത്തു വരുന്ന സമയത്താണ് ഇത് അവരെ പിടിച്ചു മാറ്റുന്നത്. കാട്ടാക്കടയിൽ നിങ്ങൾ കണ്ടില്ലേ, നേരെ വാഹനത്തിന്റെ അതല്ലേ വോളണ്ടിയേഴ്സ്. അതാ ഞാൻ പറഞ്ഞത്. പറയട്ടെ പാർട്ടി ഉപേക്ഷിച്ച് പോയിട്ടൊന്നുമില്ല. അദ്ദേഹം ഇപ്പൊ അവിടെ ഉണ്ട്. മാധു, ഈ പറയുന്നത് പോലെ ആ പറയുന്ന സ്ഥലത്തും ഇതുപോലെ സ്റ്റേജിനകത്തേക്കും പന്തലിനകത്തേക്കും ഒക്കെ ചാവേറുകളെ പറഞ്ഞേക്കാൻ ഇവർ ബോധപൂർവ്വം ശ്രമിക്കുക. സുധാകരൻ പറഞ്ഞ വാക്കുകളല്ലേ? നിങ്ങൾക്കെന്താ കുഴപ്പമെന്നാ സുധാകരൻ ചോദിച്ചത്? വിമാനത്തിനകത്ത് അല്ല മാധു, അല്ല സ്വാഭാവികം. മാധു കൂടപ്പറപ്പിനെ പിടിച്ചതല്ലോ ഇല്ല എന്നുള്ളതൊന്നല്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആള് മാറിപ്പോകുന്നതും ഇത് സംഭവിക്കുന്നതും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്നു, ഉന്തും ബഹളവും ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു സംഘർഷത്തിനിടയിൽ ഇതൊക്കെ സംഭവിക്കും. ഇവിടെ മാധു നോക്ക്, നിങ്ങൾ വിമാനത്തിനകത്തേക്ക് ആളെ ഏർപ്പാടാക്കി വിട്ടവരായി വരും. വിമാനത്തിനകത്ത് ആ ആളെ എന്നിട്ട് നിങ്ങളുടെ ഒച്ച ഞാനും പറഞ്ഞോട്ടെ മാധു, സംഘാടകർക്കെതിരെയും കേസെടുത്തില്ലേ മാധു? സംഘാടകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ വോളണ്ടിയർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ പരാതിക്ക് പിന്നാലെ ബൈക്കിൽ വന്ന സംഘം കേറിയടിച്ചത്. അപ്പൊ പോലീസിന് എന്ത് വിലയാണ് നാട്ടിലുള്ളത് എന്നൊരു ചോദ്യമാണ്. മാധു, ഞങ്ങൾ പറഞ്ഞു മാധു ഈ ഒന്നോ രണ്ടോ സംഘർഷങ്ങളെ നിങ്ങൾ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിച്ച് ഈ 140 മണ്ഡലങ്ങളിൽ, അതാണ് 140 മണ്ഡലങ്ങളിൽ നിങ്ങൾ പറഞ്ഞ 10,000 അല്ലേ വന്നുള്ളൂ? 10,000 അല്ല, 10,000 മുതൽ 40,000 വരെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മാധ്യമവും പോലും
തീർച്ചയായിട്ടും പറയണം, തീർച്ചയായിട്ടും. അല്ലത് അങ്ങനെ ചില പറയാൻ സ്ഥലങ്ങളിൽ സൗകര്യപ്പെടില്ല ബോധപൂർവമായി വസീഫെ. ഒരു കലാപണ്ടാക്കാൻ അല്ലല്ല, ശ്രമിച്ചിട്ടുണ്ട്, നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാൻ പരക്കെ തല്ലുണ്ടാകുമ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. 140 നിങ്ങൾക്ക് സൗകര്യം വേണ്ട. അല്ല, നിങ്ങളെ സൗകര്യത്തിനിരിക്കാൻ ഞാൻ നിങ്ങളെ സൗകര്യത്തിനല്ല മാധു ഞാൻ നിൽക്കുന്നത്. മാധു ഒറ്റ കാര്യം എന്താ അറിയോ? മാധു ഒറ്റ കാര്യം അല്ല, നിങ്ങളുടെ തിട്ടൂരമില്ല മാധു, നിങ്ങളുടെ തിട്ടൂരത്തിനുമില്ല മാധു. അത്രേ ഉള്ളൂ, 14 ഉള്ളൂ. 10 12 സ്ഥലത്തെ സംഘർഷം ഉണ്ടായുള്ളൂ. നിങ്ങൾ ദൃശ്യങ്ങൾ കാണിക്ക്, നിങ്ങൾ കാണിക്ക്. 140 മണ്ഡലങ്ങളിൽ തല്ലുണ്ടായിട്ടുണ്ടോ? സംഘർഷം ഉണ്ടായിട്ടില്ല. ഇവര് സെലക്ട് ചെയ്ത് ഉണ്ടായിട്ടുള്ളൂ. കല്യാശ്ശേരിക്ക് മുമ്പുണ്ടായിട്ടില്ലല്ലോ. കല്യാശ്ശേരിക്ക് മുമ്പുണ്ടായിട്ടുണ്ടോ? കാസർഗോഡ് ഉണ്ടായിട്ടുണ്ടോ? കാസർഗോഡ് ഉണ്ടായിട്ടുണ്ടോ? മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടോ? എവിടെ ഉണ്ടായിട്ടുള്ളത്? തൃശ്ശൂർ ഉണ്ടായിട്ടുണ്ടോ? എവിടെയില്ല എന്റെ മാധു, വെറുതെ പറയല്ലേ മാധു. മാധു ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് മാധു, ഒറ്റ മിനിറ്റ് മാധു, ഒറ്റ മിനിറ്റ് മാധു, ഒറ്റ മിനിറ്റ് മാധു. അല്ല മാധു, നിങ്ങൾ അല്ല മാധു, അല്ല നിങ്ങൾ എന്താച്ചാ കൊടുത്തു? അല്ല ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് തോന്നിയതാ കൊടുക്കുന്നത്. നിങ്ങൾ ആവുന്ന പണി 18 പയറ്റിയിട്ടും ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് മാധു, ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടാവും ചെയ്യും. അത് നിങ്ങളെ പണിയെടുത്തു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് മാധു, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് തല്ലുമെന്ന് ഇപ്പോ ഈ സതീശൻ പറഞ്ഞതിന്, സതീശന്റെ ആ വിടുവായുത്തത്തിന്, അതുപോലെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ പത്രസമ്മേളനം വിളിച്ച് നാളെ മുതൽ കോൺഗ്രസിനെ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാധു സ്ഥിതി? എന്തായിരിക്കും സ്ഥിതി? ഈ മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെ ഇതുപോലെയുള്ള അനാവശ്യ വാർത്തകൾ കൊടുക്കുന്ന, ഞങ്ങൾക്കെതിരെ നുണവാർത്തകൾ കൊടുക്കുന്നവരെ ഞങ്ങൾ അങ്ങനെ പറയാറില്ല. ഞങ്ങളുടെ സംസ്കാരമേ അല്ല, ഞങ്ങൾ അതിലില്ല, ഞങ്ങൾ തെരുവിൽ നേരിടാനില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘർഷങ്ങളായി മാറുകയാണ്. ഇവർ ബോധപൂർവമായി സംഘർഷം ഉണ്ടാക്കുക. ഞങ്ങൾ ഒരു ആഹ്വാനവും ചെയ്തിട്ടില്ല, മാധു. ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല.